70 വയസ്സായാലും ഒറ്റ നര പോലും നമ്മുടെ മുടിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും നര കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു ഹെയർ ഓയിലാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓമന നിര ഉണ്ടാകാറുണ്ടല്ലേ. ഞാൻ കുറേ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു 18-19 വയസ്സാകുമ്പോഴേക്കും അവരുടെ മുടി ചെറുതായിട്ട് നരച്ചു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ മുടിയുടെ കറുത്ത നിറം എന്തോ ഒരു കാരണത്താൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുടിക്ക് കറുത്ത നിറം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തുവാണ്. അതിൻ്റെ അഭാവമായിരിക്കാം ചിലപ്പോൾ മുടി നരയ്ക്കുന്നതിന് കാരണമാകുന്നത്. അതുകൂടാതെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വഴിയായിട്ട് നമ്മുടെ മുടിക്ക് ചേഞ്ച് വരാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതികളാണ്. നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ മുടി വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ കറുത്ത നിറം നിലനിർത്താനും സഹായിക്കുന്ന ഒരെണ്ണയാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ കാശൊക്കെ കൊടുത്ത് ഡൈ വാങ്ങി അടിച്ചു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് ഭയങ്കര പ്രോബ്ലം ആകാറുണ്ട്. വേറെ ഒന്നുമല്ല, അലർജി പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലർജി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്നാൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. നമ്മുടെ മുടിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ചൊറിച്ചിൽ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കൾ, ചുവന്ന കളറിലാകുക, അതുപോലെ തന്നെ ചൊറിഞ്ഞ് പൊട്ടി അതിൽ നിന്ന് നീരൊലിക്കുക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രതിവിധിയായിട്ട്, അതായത് കെമിക്കൽ ഡൈ വാങ്ങി അടിക്കുന്നതിനേക്കാളും സേഫായിട്ട് നമുക്ക് മുടി നാച്ചുറലി കറുപ്പിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്ത് എണ്ണ, അതായത് ഹെയർ ഓയിൽ ചെയ്താലും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്കും ആർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു എണ്ണ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ ഈ എണ്ണയുടെ അളവ് എടുക്കേണ്ട കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണയ്ക്ക് ശേഷം നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. ഒരു 2 പിടി കഴുകിയ കറിവേപ്പില. നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണെങ്കിൽ ജസ്റ്റ് 1-2 വെള്ളം കഴുകിയാൽ മതി. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ നല്ല രീതിയിൽ കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് വച്ചിരിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ കറിവേപ്പില കഴുകിയെടുത്ത്, അതായത് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ കറിവേപ്പില ഇട്ട് വച്ചേക്കണം. അതിനുശേഷം കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിലെ കീടനാശിനി വെള്ളം ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ. 1-2 പോരാ, ഒരു 10 എണ്ണമെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും. അതായത് നമ്മൾ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള നെല്ലിക്കയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. 2 പിടി കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 10 നാരങ്ങ വലിപ്പമുള്ള നെല്ലിക്ക. ഇനി നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക പച്ചയില്ല, പൊടിയാണുള്ളതെങ്കിൽ ഒരു 20 ഗ്രാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി വേണ്ട നമ്മുടെ കീഴാർ നെല്ലി 1 പിടി വേണേ. കീഴാർ നെല്ലി എന്ന് ഉദ്ദേശിക്കുന്നത് പൂവും ഇലയും തണ്ടും അതിൻ്റെ വേരും ഉൾപ്പെടെയാണ് 1 പിടി. ഇനി വേണ്ട നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇത് നമ്മുടെ താരൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. താരൻ മാത്രമല്ല, നമ്മുടെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ആര്യവേപ്പ് സഹായിക്കും. ഇത് 1 പിടി എടുക്കണം കേട്ടോ. ആര്യവേപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറിവേപ്പില നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് ആര്യവേപ്പ് എടുക്കാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തത് കറിവേപ്പില 2 പിടിയാണ്. അപ്പോൾ 1 പിടി ആര്യവേപ്പാണ്. ആ ഒരു കാര്യം മറക്കരുത്. അടുത്ത് വേണ്ട നമ്മുടെ ചെറിയ ഉള്ളിയാണ്. 1/2 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ഒരു 20 ചെറുതാണെങ്കിൽ 20 എണ്ണം മതി, അല്ല എങ്കിൽ ഒരു 15 എണ്ണം, വലുതൊക്കെ ആണെങ്കിൽ ഒരു 15 ചെറിയ ഉള്ളി തൊലിച്ച് കഴുകിയെടുക്കാം. 2 സ്പൂൺ കരിജീരകം, 2 സ്പൂൺ ഉലുവ, രണ്ടും എടുക്കേണ്ടത് ഇതിൻ്റെ പൊടിയാണ്. ഇനി വേണ്ടത് കറ്റാർ വാഴയുടെ ജെല്ല്. അതായത് നമ്മൾ ഒരു ഇല എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് കീറിയിട്ട് അതിനകത്തുള്ള ജെല്ല് ഫുള്ള് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10-12 ചെമ്പരത്തി പൂവ്, മുട്ടുണ്ടെങ്കിൽ അതും ഇടാവുന്നതാണ്. അതുപോലെ തന്നെ 10-15 ചെമ്പരത്തിയുടെ ഇല, ഒരു 10 പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തന്നെ കിട്ടുകയാണെങ്കിലല്ല, നിങ്ങൾ മസ്റ്റായിട്ട് ഇടണം ഭൃംഗരാജ്, അതായത് നമ്മുടെ കയ്യോന്നിയുടെ ഇല ഒരു 2 പിടി. ഇതും വേരടക്കം എടുക്കാവുന്നതാണ്. പൂവ്, തണ്ട്, ഇല, വേര് ഇതെല്ലാം എടുക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 2 തരം കയ്യോന്നിയുണ്ട്. നമ്മുടെ പച്ചത്തണ്ടും അതുപോലെ തന്നെ വയലറ്റ് കളറിലെ തണ്ടുമുള്ള 2 നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടി എടുക്കേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പച്ചവെള്ളമല്ല, നമ്മുടെ തേങ്ങാപ്പാലാണ്. ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലൊഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുക്കുക, അത് മറക്കരുത്. ഇനി ഈ ചട്ടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസും അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളും ഇല്ലേ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം.
ഇനി നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിം, നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ എണ്ണ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന, അതായത് ചെറുതായിട്ട് കുമിളകൾ വരുന്ന സമയത്ത് അത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം, പൊടിയല്ല ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിൽ എണ്ണ കാച്ചി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ എത്ര സമയം, ഈ എണ്ണ തയ്യാറാകാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കും അത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി എണ്ണയുടെ മൂപ്പറിയാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ടിപ്പുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മളിട്ട കുരുമുളകല്ലേ അത് തിളച്ച് അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം അത് പൊങ്ങി വരും. അതാണ് ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത്. ഇനി ഈ എണ്ണ കാച്ചി ആ ദിവസം അങ്ങനെ തന്നെ വയ്ക്കുക. അതായത് വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റീൽ പാത്രം വെച്ചിട്ടല്ല അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടല്ല അടയ്ക്കേണ്ടത്, ഒരു തോർത്ത് ഉപയോഗിച്ച് അടയ്ക്കണം. കാരണം നമ്മൾ പാത്രമൊക്കെ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ അതിലെ ഈർപ്പം ഈ എണ്ണയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തോർത്ത് ഉപയോഗിച്ചിട്ട് വേണം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണയുടെ മൂപ്പ് കൂടിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പിടി തുളസിയുടെ പൂവ് നല്ലവണ്ണം കഴുകി ഉണക്കിയതായിരിക്കണം, അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ മൂപ്പ് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ എണ്ണ പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മുടെ അഞ്ജനക്കല്ല് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അങ്ങാടി കടയിൽ കിട്ടും കേട്ടോ. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ഒരു കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അതിനെ പൊടിച്ച് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഇടുക. ഇനി വേണ്ട നമ്മുടെ പച്ചക്കർപ്പൂരമാണ് കേട്ടോ. അതും ഇതുപോലെ നമുക്ക് പൊടിച്ച് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് നമ്മളിട്ട അഞ്ജനക്കല്ലും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും അരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അരിച്ച് മാറ്റിയതിന് ശേഷം തണുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ അഞ്ജനക്കല്ലും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം എണ്ണയിൽ തന്നെ കിടക്കേണ്ടി വരും. അതായത് നമ്മളത് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ എണ്ണ തീരുന്നത് വരെ അത് അതിൽ തന്നെ മുങ്ങിക്കിടക്കണം. അപ്പോൾ നമുക്ക് ഇത് കുളിക്കുന്നതിനൊരു 10-15 മിനിറ്റ് മുമ്പേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇത് മുടി നരച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതിനേക്കാളും നരയ്ക്കുന്നതിന് മുൻപേ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും.